യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ BC 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് സംസ്കാരത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വചിന്തകരുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പഠന കേന്ദ്രമായിരുന്നു ഏഥൻസ്. ബൈബിൾ കെട്ടുകഥയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. പൗലോസിന്റെ മിഷണറി യാത്രകളിൽ അവർ സന്ദർശിച്ച പട്ടണങ്ങളും അവിടുത്തെ മതവും സംസ്കാരവുമൊക്കെ വിശദമായി ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏഥൻസ് എന്ന പട്ടണത്തിലും ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സത്യസുവിശേഷവുമായി എത്തി. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അഥേന അല്ലെങ്കിൽ ഏഥൻസ് ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു. റോമിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ പഠനത്തിനായി യുവാക്കൾ വരുമായിരുന്നു. പൗലോസ് തന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ശീലാസിനെയും തിമോഥെയോസിനെയും കാത്തു നിൽക്കാം എന്നാദ്യം കരുതി. പക്ഷേ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ മനസ്സിന് ചൂട് പിടിച്ചു. തെറ്റിനെ കണ്ടില്ല എന്ന് നടിക്കുന്നതും അധാർമികതയും അജ്ഞതയും താൻ കണ്ടു. നോക്കിയിടത്തെല്ലാം ഉത്സവങ്ങളും പ്രദക്ഷിണങ്ങളും യാഗങ്ങളും അന്ധവിശ്വാസം നിറഞ്ഞ ആഘോഷങ്ങളും അദ്ദേഹം കണ്ടു. ആ സ്ഥലത്തും യഹൂദന്മാരുടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നതിനാൽ പൗലോസ് അവരോട് ആദ്യം സുവിശേഷം പ്രസംഗിച്ചു. മാത്രമല്ല ചന്തസ്ഥലത്തും പോയി വചനം പ്രസംഗിച്ചു. ദേവതകളുടെ നഗരമായിരുന്നു ഏഥൻസ്. ഗ്രീക്കിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിമകൾ ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നതിനാൽ മനുഷ്യനെ കാണുന്നതിനേക്കാൾ എളുപ്പം ഒരു ദേവപ്രതിമ കാണുന്നതാണ് എന്ന് അക്കാലത്ത് പറയപ്പെട്ടിരുന്നു. താൻ ഏകനായി ഈ പട്ടണത്തിൽ എന്തു ചെയ്യാൻ കഴിയും? താൻ ചന്തസ്ഥലത്തേക്ക് ചെന്നു. ദ അഗോറ എന്നാണ് അതിന് പേര് പറയുന്നത്. ഇത് വ്യാപാരം നടത്തുന്ന സ്ഥലമല്ല. ഏഥൻസിലെ ബുദ്ധിജീവികൾ ഒരുമിച്ച് കൂടി വിജ്ഞാന വിഷയങ്ങളെപ്പറ്റി യുക്തിവാദം നടത്തുന്ന സ്ഥലമായിരുന്നു അത്. അവിടെ രണ്ട് കൂട്ടർ പൗലോസിനോട് വാദിച്ചു: എപ്പിക്കൂര്യരും സ്തോയിക്കരും. ആരാണ് ഈ കൂട്ടർ? എപ്പിക്കൂറസിന്റെ അനുയായികളായ എപ്പിക്കൂര്യർ BC 4-ാം നൂറ്റാണ്ടിലെ തത്വജ്ഞാനികളായിരുന്നു. നിരീശ്വര മതക്കാരായിരുന്നു അവർ. പ്രപഞ്ചവും അതിലുള്ള സകലവും അണുക്കളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇവയ്ക്ക് രൂപാന്തരം പ്രാപിക്കാനും കഴിയും. മരണം സകലത്തിന്റെയും അന്ത്യമാണ്. ദൈവം വിദൂരസ്ഥനാണ്. മനുഷ്യന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തവനാണ്. അതിനാൽ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. സന്തോഷമാണ് ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം. ആയതിനാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതിനപ്പുറം ഒന്നുമില്ല. ഇതായിരുന്നു എപ്പിക്കൂര്യരുടെ വാദം. ഇനി സ്തോയിക്കർ ആരാണ്? സീനോ മതക്കാരാണ് ഇവർ. കുപ്രോസുകാരനായ സീനോ തുടങ്ങി വെച്ചതാണിത്. ഭൂമി, ജലം, വായു, അഗ്നി എന്നീ മൂലകങ്ങളെ ആസ്പദമാക്കിയുള്ള ഉപദേശമാണ് ഇവരുടേത്. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കണമെന്നതും ഇവർ പഠിപ്പിക്കുന്നു. വിധിയിൽ വിശ്വസിക്കുന്ന ഇക്കൂട്ടർ വികാരങ്ങളെ സംയമനം ചെയ്യുന്നവരാണ്. ഈ ലോകത്തിന്റെ സുഖദുഃഖങ്ങൾ മൂലം വ്യതിചലിക്കാത്ത വികാരശൂന്യത പ്രാപിക്കുക, ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ രണ്ട് കൂട്ടരും പൗലോസിനോട് വാദിച്ചു. അവരുടെ അഭിപ്രായത്തിൽ പൗലോസ് ഒരു വിടുവായനാണ്, നിഷ്പ്രയോജനമായ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി. ഇവൻ പറയുന്ന യേശുവിന്റെ മരണം, പുനരുത്ഥാനം, ഇതൊക്കെ തങ്ങൾക്ക് പുതിയ അറിവാണ്. ഈ പട്ടണത്തിലെ ദേവന്മാർക്ക് പുറമെ ഒരു പുതിയ ദേവനെ ഘോഷിക്കുന്നു എന്നവർക്ക് തോന്നി. അവർ പൗലോസിനെ പിടിച്ച് അരപയോഗ കുന്നിൽ കൊണ്ടുചെന്നു. ഹിൽ ഓഫ് ദ മാർസ് എന്നാണ് അതിൻ്റെ പേര്. മാർസ് അവരുടെ യുദ്ധദേവതയാണ്. അഥേനയുടെ കോടതി ഈ കുന്നിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. മതപരമായും ധാർമ്മികവുമായിട്ടുള്ള കാര്യങ്ങളിൽ പരമാധികാരമുള്ള കോടതിയായിരുന്നു അത്. അവിടെ നിന്ന് നോക്കിയാൽ വടക്ക് അഗോറ കാണാം. അക്രോപോലിസ് ഗോപുരം കാണാം. പൗലോസ് അവിടെ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. നീ പറഞ്ഞ അപൂർവ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചിലർ പറഞ്ഞു. അവിടെ വെച്ച് പൗലോസ് അവരോട് പ്രസംഗിച്ചു. ബുദ്ധിയിൽ നിന്ന് ഉയർന്ന ഒരു പ്രസംഗമാണ് അഥേനയിലെ പ്രസംഗം. അനേക പൂജാബിംബങ്ങളെ കണ്ട് അവർ അതിഭക്തന്മാരെന്നാണ് പൗലോസ് സംബോധന ചെയ്തത്. അനേക ദൈവപ്രതിമകൾ അവൻ പട്ടണത്തിൽ സ്ഥാപിച്ചിരുന്നു. അമാനുഷിക ശക്തികളെ അവർ എപ്പോഴും ഭയപ്പെട്ടിരുന്നു. ആയതിനാൽ തങ്ങൾ നിർമ്മിച്ചതും പേരിട്ടതുമായ ഈ ദേവന്മാരെ കൂടാതെ ഇനി ആരെങ്കിലും ദേവന്മാർ ഉണ്ടെങ്കിലോ? ആ ദൈവത്തിന്റെ കോപം തട്ടാതിരിക്കാൻ ഒരു ബലിപീഠം അവർ ഉണ്ടാക്കി. അതിന് അജ്ഞാത ദേവന് എന്നൊരു പേരും ഇട്ടു. ഇത് പൗലോസ് ശ്രദ്ധിച്ചു. അതിൽ പിടിച്ച് പൗലോസ് തന്റെ പ്രസംഗം തുടങ്ങി. ബൈബിൾ ഉദ്ധരിച്ചില്ല.
എബ്രായ തിരുവെഴുത്തുകൾ ഒന്നും അവരുടെ മുമ്പിൽ നിരത്തിയില്ല. അബ്രഹാമിനെ കുറിച്ചോ ദാവീദിനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. മറിച്ച് അവർ വില കൊടുത്ത കാര്യങ്ങളെപ്പറ്റി അവരോട് പറഞ്ഞു. തത്വചിന്തകരായ കേൾവിക്കാരോട് ആ രീതിയിൽ സംസാരിക്കാൻ പൗലോസ് ആഗ്രഹിച്ചു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമുണ്ട്. ആ ദൈവം കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല. ഏകദൈവമായ യഹോവ സകലവും സൃഷ്ടിച്ചു. നാം ആ ദൈവത്തിന്റെ സന്തതികളാണ്. എന്നാൽ ജ്ഞാനികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കേൾവിക്കാരുടെ അജ്ഞത ദൈവം കണക്കിടുന്നില്ല എന്നും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൗലോസിന്റെ പ്രസംഗം കേട്ട ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ പറഞ്ഞു, ഇതിനെക്കുറിച്ച് വീണ്ടും ഞങ്ങൾ നിന്നിൽ നിന്ന് കേട്ടുകൊള്ളാം എന്ന്. പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി. ഇത്രയും വരെ വായിക്കുമ്പോൾ അഥേന അല്ലെങ്കിൽ ഏഥൻസ് എന്ന പട്ടണത്തിൽ പൗലോസിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ബൈബിളിൽ ഒരിടത്തും ഏഥൻസിലെ സഭയെപ്പറ്റി പറയുന്നതുമില്ല. ആയതിനാൽ ഈ ദേശത്തെ പ്രവൃത്തി പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഉപരിതലം നോക്കിയാൽ ലോകം വിജയത്തെ അളക്കുന്നത്. ഉദാഹരണം, സമ്പത്ത്, നേട്ടങ്ങൾ, വിദ്യാഭ്യാസം, അധികാരം, ഇവയൊക്കെ. എന്താണ് ഈ പട്ടണത്തിലെ ജനത്തിന് പറ്റിയത്? ഒന്നാമത്, അവർ ജ്ഞാനികളായിരുന്നു, തത്വചിന്തകരായിരുന്നു. അനേകം ദേവന്മാർ തങ്ങളോട് കൂടെയുണ്ടെന്ന അന്ധവിശ്വാസം ഇവയൊക്കെ നിറഞ്ഞവരായിരുന്നു. എന്നിട്ടും മുഖം നോക്കാതെ, ഫലം നോക്കാതെ പൗലോസ് അവിടെ പ്രസംഗിച്ചു. ദൈവദൃഷ്ടിയിൽ അതൊരു വിജയമായി ദൈവം കണക്കിട്ടിട്ടുണ്ടാകാം. എന്നാൽ 34-ാം വാക്യത്തിൽ ലൂക്കോസ് പറയുന്നു, ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. കൂടാതെ അരോപയോഗസ്ഥാനിയായ ദിയോസിനിയോസ് എന്ന ദെമരീസ് എന്ന സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നുവെന്ന്. അവർ ഉന്നത ഭരണവർഗത്തിൽപ്പെട്ടവരായിരുന്നു. എല്ലാ പട്ടണത്തിലെയും പോലെ അനേകരില്ല, പക്ഷേ മറ്റു ചിലർ. അവർ വലിയ ശ്രദ്ധ ആകർഷിക്കുന്നു. പ്രിയ ദൈവപൈതലേ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, ഇവർ അംഗീകരിക്കുന്ന കൂട്ടരല്ല എന്നൊക്കെ നമ്മൾക്ക് പലപ്പോഴും പലരെക്കുറിച്ചും പല ദേശത്തെക്കുറിച്ചും വിധി എഴുതാൻ കഴിയും. അതിനുള്ള മറുപടിയാണ് 17-ാം അധ്യായം 34-ാം വാക്യം. നമ്മുടെ പശ്ചാത്തലമോ പദവിയോ വിദ്യാഭ്യാസമോ ഉയർന്ന അധികാരമോ ഒന്നും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് തടസ്സമല്ല. അവിടെയും സുവിശേഷം വിശ്വസിച്ച് വളരെ ഉയർന്ന ഭരണവർഗത്തിൽപ്പെട്ടവരും ക്രിസ്തുവിനോട് ചേർന്നുവെങ്കിൽ സുവിശേഷം സകലർക്കും വേണ്ടിയുള്ള മഹാസന്തോഷമാണ്. ആയതിനാൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലും സുവിശേഷത്തിന് വളരാൻ കഴിയും എന്ന ഉറപ്പോടുകൂടെ ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.